വയനാട് ചൂരൽമല. ഇന്ന് അങ്ങനെ ഒരു പ്രദേശം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. കാരണം മനസ്സിന് സന്തോഷം തന്നിരുന്ന ഒരു കാഴ്ചയും അവിടെ ഇന്നില്ല. തേങ്ങലുകളും നെടുവീർപ്പുകളും വേദനകളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ കുറേ അനാഥരായിട്ടുള്ള ശരീരങ്ങളും മൃതശരീരങ്ങളും. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, പലരുടെയും അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ട്. ഉറ്റവരില്ലാതെ അനാഥരായി പോയ ജീവിതങ്ങളുണ്ട്. ജീവൻ ബാക്കി വെച്ച, പ്രകൃതി ബാക്കി വെച്ച കുറച്ച് ജീവനുകളുണ്ട്. അതിനും പുറമെ ഒരു തലമുറ പോലും ബാക്കി നിൽക്കാതെ 3ഓളം തലമുറകൾ ഒരുമിച്ച്, അതായത് ഒരു മകനും അയാളുടെ അമ്മയും അച്ഛനും അയാളുടെ കുഞ്ഞുങ്ങളും അടക്കം അങ്ങനെ ഒന്നുമല്ലാതെ തുടച്ചു നീക്കി പോയ ജീവിതങ്ങളും അവിടെ ഉണ്ട്. ഇപ്പം ഞാനൊരു പോസ്റ്റിൽ ഇങ്ങനെ കണ്ടു, ഇത് അവിടുത്തെ വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അതിങ്ങനെ ഞാനതിൽ കാണിക്കാം. അവർ പോസ്റ്റ് ചെയ്തതിൽ എഴുതി അവസാനം കാണിച്ചു, മീൻസ് ക്യാപ്ഷൻ, എന്തിനാണ് ദൈവമേ ഇങ്ങനൊരു ക്രൂരത കാണിച്ചതെന്ന്. ദൈവം കാണിച്ച ക്രൂരതയാണോ ഇത്? അങ്ങനെ എനിക്ക് കരുതാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒരു 10-15 ദിവസം മുമ്പ് ഷിരൂരിൽ അർജുൻ്റെ ഒരു സംഭവം നമ്മളെല്ലാവരും, നമ്മുടെ ശ്രദ്ധയൊക്കെ അവിടെയായിരുന്നു. ഇതിനൊക്കെ കാരണം ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവർക്ക് ആശ്വസിക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ച, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പത്രമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. കാരണം അതിൽ നിന്ന് തിരിച്ചറിവ് വരണം, നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവ് വരണം. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് എന്തോ, നമ്മൾ പ്രകൃതിയെ എത്തരത്തിൽ ചൂഷണം ചെയ്യുന്നു, ദ്രോഹിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. എനിക്ക് ഉറപ്പാണ് 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴും ക്യാമ്പുകളിൽ ആളുകൾ തിങ്ങിപ്പാർത്തും താമസിച്ചപ്പോഴും ആളുകളുടെ മനസ്സിൽ വന്ന ചിന്ത ഇതൊക്കെ തന്നെയാണ്, നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പത്രം നമ്മൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊന്ന് റിക്കവറായി വരുമ്പം മനുഷ്യൻ സ്വാഭാവികമായും അതെല്ലാം മറന്ന് വീണ്ടും പഴയ പടിയാവുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്നൊക്കെ പറയുന്ന രീതിയിൽ പഴയ പടിയാവുന്നു. ഇവിടെ ഇപ്പോൾ ഉണ്ടായത് എന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ നാട്ടിലെ കുഞ്ഞുങ്ങൾ പോലും അനുഭവിച്ചിട്ടുള്ളത് അവർ ചെയ്തു വെച്ചതിൻ്റെ പാപഫലമല്ല, അവർ ചെയ്തു വെച്ചതിൻ്റെ പ്രതിഫലമല്ല. അവർക്ക് മുന്നേ പോയവരോ യാത്രയായവരോ അല്ലെങ്കിൽ മുന്നിൽ നടന്നവരോ ആയിട്ടുള്ള ആളുകൾ ചെയ്തു വെച്ചതിൻ്റെ കർമ്മഫലമാണ് ആ ജനങ്ങൾ മുഴുവനും അനുഭവിച്ചിട്ടുള്ളത്. വളരെ വേദനയാണ്. കാരണം ഇവിടെ നമ്മുടെ ചാലിയാറിൽ, എൻ്റെ നാട്ടിൽ ചാലിയാറിലൂടെ പോലും ഒരുപാട് ശരീരങ്ങൾ വന്നടിഞ്ഞ് നിലമ്പൂർ കാട്ടിനകത്ത് വെച്ച് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ കുഞ്ഞു മക്കളുടേതും മുതിർന്നവരുടേതും ശരീരഭാഗങ്ങളും പൂർണ്ണമായിട്ട് ബോഡി പോലും കിട്ടാത്തതും ആയിട്ടുള്ള, തിരിച്ചറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ശരീരങ്ങൾ അവിടെ രക്ഷാസമിതികളും അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വോളണ്ടിയേഴ്സും പോലീസും എല്ലാവരും ചേർന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനമല്ല, ഒരു തിരിച്ചെടുക്കലാണ്. അത് അവർ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരീരങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം ആ വയനാടൻ കാടുകളിലൂടെ വലിയ പ്രളയത്തിന് സമാനമായിട്ടുള്ള ജലക്കുത്തൊഴുക്കിലൂടെ പാറകളിലും മരങ്ങളിലും അടിച്ചും കൊളുത്തി വരിച്ചും മുറിഞ്ഞു പോയ ശരീരങ്ങൾ വരെ അവിടെ വന്നടിയുന്നുണ്ട്. അതിൽ തിരിച്ചറിയാൻ പറ്റാത്തത് ഒരുപാട് അവിടെ തന്നെ, ഇനിയും കണ്ടു കിട്ടാത്ത ഒരുപാട് ശരീരങ്ങൾ ചെളിക്കടിയിലും സ്ലാബിനടിയിലും മണ്ണിനടിയിലുമായിട്ട് കിടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ, ഞാനടങ്ങുന്ന നമ്മുടെ സമൂഹത്തിലെ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പുരോഗമനം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു സുഖ ജീവിതം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, മുൻനിർത്തിക്കൊണ്ട്, പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്, കെട്ടിപ്പടുക്കുകയാണ് സൗധങ്ങൾ, പൈസ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മുൻകാലഘട്ടങ്ങളിലെ ഇതിന് സമാനമായ ഒരു സംഭവം നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇപ്പോൾ ഉണ്ടായ ഈ ചൂരൽമലയിലെ ഈ ഒരു വിഷയത്തിന് സമാനമായിട്ടുള്ള ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, ഇനിയെങ്കിലും അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ കുത്തി നോവിക്കാതിരിക്കുക. സഹനശേഷി ഏറെ ഉള്ളവളാണ് പ്രകൃതി. കവിഭാവനയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയോട് ഉപമിച്ച്, പ്രകൃതിയെ സ്ത്രീയോട് ഉപമിച്ച് പറയുമ്പോൾ അവൾക്ക് സഹനശേഷി ഒരുപാടാണ്. അത് നമ്മുടെ സ്ത്രീകൾക്കും അങ്ങനെയാണ് അല്ലേ? അതുകൊണ്ടാണ്
പക്ഷേ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അവൾ പൊട്ടിത്തെറിക്കും.